തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ് സി മലയാളം ന്യൂസിനൊപ്പമുണ്ട്. പ്രതിപക്ഷം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനായി പോവുകയാണ്. നിലവിലത്തെ സാഹചര്യമൊക്കെ നമുക്കറിയാം. കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഇത് വഴിവെക്കുമോ? എന്തായിരിക്കും ഇപ്പോഴത്തെ ഭരണസമിതിയുടെ തുടർ നീക്കങ്ങൾ? ഭരണസമിതി ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അവിശ്വാസം കൊണ്ടുവരിക എന്നുള്ളത് എന്നൊരു ജനാധിപത്യ രാജ്യമാണ്. അവിശ്വാസം കൊണ്ടുവരാൻ നമ്മുടെ ഭരണപക്ഷത്തെ പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ ചോദ്യം ചെയ്യാനുമൊക്കെ തന്നെ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. അത് അവരുടെ അവകാശമായി തന്നെ കാണുന്നു. കൊണ്ടുവരാം, അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കമാണ്. അതിനെ സ്വാഗതം തന്നെ ചെയ്യുന്നു. കൊണ്ടുവരട്ടെ, നമുക്ക് കാണാം. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണസമിതിയാണ്. അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും നല്ലൊരു നഗരമാക്കാനുള്ള പ്രയത്നത്തിലാണ് ഞാനടക്കമുള്ള എല്ലാ കൗൺസിലേഴ്സും ഒക്കെ തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷനിൽ ഭരണസ്തംഭനമുണ്ട് എന്നുള്ളതാണ് UDF അവകാശവാദമായി ഉന്നയിക്കുകയും ചെയ്യുന്ന ഭരണസ്തംഭനം നിങ്ങൾക്ക് തന്നെ അറിയാം. കഴിഞ്ഞ 40 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നവർ എന്തൊക്കെയാണ് ചെയ്തത്, ഇപ്പോൾ എന്താണ് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നതെന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ചോദിച്ചാൽ തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് വ്യക്തമായിട്ട് തന്നെയാണ് മേയർ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ ഇടപെട്ട് വ്യക്തമായിട്ട് പരിഹരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ തെരുവ് നായ്ക്കളുടെ വിഷയം, ഞങ്ങളത് ഭരണസമിതി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ തെരുവ് നായ്ക്കളുടെ വിഷയത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരുവ് നായ്ക്കളെ എല്ലാം തന്നെ പരാതി വരുന്ന വാർഡുകളിൽ നിന്നൊക്കെ തന്നെ തെരുവ് നായ്ക്കളെ പിടിച്ച് ഷട്ടിലോട്ട് ആക്കുന്ന നടപടി നമ്മുടെ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ തന്നെ സർക്കാർ തലത്തിലുമൊക്കെ തന്നെ ചർച്ചകൾ നടത്തി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇത് വ്യക്തമായിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എല്ലാ ചർച്ചകളും നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഭരണസ്തംഭനം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഡെപ്യൂട്ടി മേയർ ആകുന്നതിന് മുൻപ് കൗൺസിലറായിരുന്ന സമയം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ അധിക്ഷേപം അങ്ങ് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതിപ്പോഴും ഒരു കൂസലുമില്ലാതെ ചില സൈബർ ഹാൻഡിലുകൾ തുടരുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഇത് തീർച്ചയായും മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈബർ അറ്റാക്കിനെ വലിയൊരു സംഭവമായിട്ട് കണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല ഞാനത് കരുത്തോടെ തന്നെ മുന്നോട്ട് പോകും. കാരണം ഒരു രാഷ്ട്രീയമാകുമ്പോൾ നമുക്ക് ഹൈക്സും ഒക്കെ തന്നെ ഉണ്ടാകും. പൊളിറ്റിക്കലി തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വനിത ഞാൻ തന്നെയായിരിക്കും. അങ്ങനെ ഇപ്പോൾ സൈബർ അറ്റാക്ക് വന്നു. അപ്പോൾ ഇന്നലെയും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയപ്പോൾ ഞാനടക്കമുള്ള പല വനിതാ കൗൺസിലർമാർക്കും മാത്രമല്ല പുരുഷ കൗൺസിലർമാർക്കും ഒക്കെ തന്നെ അപകടമുണ്ടായ സാഹചര്യമുണ്ടായിരുന്നു. എനിക്ക് ശ്വാസമുട്ടലിനും ഒക്കെ തന്നെ എനിക്ക് ഓൾറെഡി എനിക്കൊരു പ്രശ്നമുള്ളതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര റഷായിട്ട് വന്നപ്പോൾ സഫക്കേഷൻ വന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അതുമായിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അതിനെ തന്നെ അത് മാത്രം എടുത്തിട്ടിട്ട് ട്രോൾ ചെയ്ത് കുറച്ചുകൂടി എന്നെ ഫേമസ് ആക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഞാൻ അതൊക്കെ ആ രീതിയിലേ കാണുന്നുള്ളൂ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഇതൊരു അഭിനയമാണ്, നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന ആളാണ് ആശാനാഥ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ രൂക്ഷമായ വിമർശനം അത് അതിര് കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ? ഇത് അവർ ചെയ്യുന്നത് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നിർത്തണമെന്ന ഉദ്ദേശത്തോടുകൂടിയിട്ടാണ്. അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ചാൽ എന്നെ അടക്കി ഒതുക്കി ഒരു മൂലക്കിരുത്താം എന്നാണ് വിചാരിക്കുന്നത്. അതൊന്നും അങ്ങനെയൊന്നും കണ്ട് തളർന്നു പോകുന്ന ഒരാളല്ല ഞാനെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും, എന്നെ എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ ട്രിഗർ ചെയ്താലും, സോഷ്യൽ മീഡിയ വഴി സൈബർ അറ്റാക്ക് ചെയ്താലും, എന്തൊക്കെ സൈബർ ബുള്ളിങ് നടത്തിയാലും എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യും. എനിക്ക് നഗരസഭയിൽ എന്നെ വിജയിപ്പിച്ചു വിട്ടത് തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ കരിമം വാർഡിൽ പ്രതിനിധീകരിച്ച് ഇവിടെ വന്നതാണ്. കരിമം വാർഡിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി മേയർ എന്നൊരു സ്ഥാനം കൂടി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഓരോ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ ഈ ഒരു കസേരയിൽ എൻ്റെ പാർട്ടി എന്നെ ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി എന്തൊക്കെ സൈബർ അറ്റാക്ക് വന്നാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിൽ ഒരാളെ ഞാൻ മുന്നോട്ട് തന്നെ പോകും. ഈ സൈബർ അറ്റാക്ക് കൊണ്ടൊന്ന് എന്നെ തളർത്താമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ തളർന്നു പോകുന്ന ഒരാളുമല്ല ഞാൻ. പ്രൊഫഷണലി അതിനെ നമുക്ക് മാറ്റി നിർത്താം. പേഴ്സണലി ആണെങ്കിൽ പോലും വിഷമം ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ? പേഴ്സണലി വിഷമം എന്ന് പറഞ്ഞാൽ ഞാനത് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. സെക്ഷുവലി വളരെ മോശം രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡിനെ അടക്കം കുഞ്ഞിനെ അടക്കം വളരെ മോശം രീതിയിലുള്ള കമൻസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനത് അവരോട് പറയുന്നത് അവരുടെ സംസ്കാരം, അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരായിട്ടുള്ള ആളുകളോട് പെരുമാറുന്ന രീതി, സംസാരിക്കുന്ന രീതിയാണ് അവരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ വിരൽ തുമ്പിൽ നിന്ന് കമൻസ് ആയിട്ട് വരുന്നത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതൊന്നും ഞാൻ ബോധർ ചെയ്യുന്നില്ല. അവർ വരുന്നു. ഞാനൊക്കെ ഈ ട്രോളുകളെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. ഇന്നലെ തന്നെ എൻ്റെ അഭിനയം എന്ന് പറഞ്ഞിട്ടും സീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ടും കുറേ ട്രോളുകൾ വരുന്ന ഞാൻ സാഹചര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ കൗൺസിലേഴ്സ് ഞാനത് ഫോർവേഡ് ചെയ്ത് കൊടുത്തത് കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും ഇത് തിരിച്ചയക്കുമായിരുന്നു.
കുഴപ്പമില്ല, കുറച്ചുകൂടി ഡെപ്യൂട്ടി മേയറെ ഫേമസ് ആകുക, അവർ തന്നെയായിട്ട് ഓരോ റീസൺസ് കൊണ്ടുകൊണ്ട് വരികയാണ്. ഇതൊന്നും ഞാൻ വേറൊരു ഇതിൽ കാണുന്നില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. കാരണം ഭരണം കൈവിട്ട് പോയി എന്ന് വിശ്വസിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇത്രയും നാളെ 40 വർഷമായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മളാണ് ഇപ്പോഴും അവരാണ്. സൈബർ അറ്റാക്കുകളുടെ പിന്നിൽ ഏറ്റവും കൂടുതൽ CPM ആണോ അതോ കോൺഗ്രസ് ആണോ, ആരാണെന്നാണ് മനസ്സിലാക്കുന്നത്? CPM എന്നാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം അവർക്ക് അവരുടെ കയ്യിലല്ല ഭരണമെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. അവരിപ്പോഴും വിശ്വസിക്കുന്നത് അവരാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് എന്ന രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത്. അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇപ്പോഴും ഞങ്ങളാണ് ഇവിടെ എല്ലാം. അവരെയൊക്കെ തൂത്തുടച്ച്, അതായത് ജനങ്ങൾ ചൂലുകൊണ്ട് അടിച്ച് കളഞ്ഞു എന്നുള്ളത് അവർ വിശ്വസിക്കുന്നില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് തന്നെയാണ് ഞാൻ പക്ഷേ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഭരിച്ച സമയത്ത് കോർപ്പറേഷനിൽ ഒരു ക്രമക്കേടോ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ BJP വന്ന ശേഷമാണ് ഇത് മറ്റൊരു തലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. മീഡിയയ്ക്ക് അറിയാമല്ലോ ഓരോ മാസം എത്ര അഴിമതി കഥകളാണ് പുറത്ത് വന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ തന്നെയാണ് ഓരോ മീഡിയസിൽ ഓരോ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന് ഞാനായിട്ട് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ആറ്റുകാൽ പൊങ്കാലയുടെ വിഷയം മുതൽ SC ഫണ്ട് തട്ടിപ്പ് മുതൽ ഒരുപാട്, അതെ, നിയമന വിവാദം, അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അത് ഞാനായിട്ട് സൂചിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതാണ്. ഇവിടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ നടക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു അഴിമതിയും ഒന്നുമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണസമിതിയാണ്. അത് ഇതൊന്നും നിങ്ങളുടെ സൈബർ അറ്റാക്കിങ്ങോ അതുപോലെ നിങ്ങൾ പേഴ്സണലി അറ്റാക്കിങ്ങോ ഒന്നും കൊണ്ടൊന്നും നിങ്ങളുടെ ഭരണസമിതി ആരും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഉള്ള കൗൺസിലേഴ്സ് എല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തിരുവനന്തപുരം നഗരത്തെ ഏറ്റവും നല്ല മാതൃകാപരമായിട്ടുള്ള നഗരമാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അതിനെതിരെ ശക്തമായിട്ട് തന്നെ നമ്മൾ നിലകൊള്ളു. ഇതൊന്നും കണ്ട് ഭയക്കുന്നവരല്ല ഞങ്ങൾ ആരും. സൈബർ ആക്രമണം പരിധി വിടുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും വിധേന പോലീസിനോ മറ്റോ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സൈബർ അറ്റാക്ക് പരിധി വിടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. കാരണം ഇവർ ഞാൻ കൗൺസിലറായ സമയം മുതൽ പല വിഷയങ്ങൾ പലതും എടുത്തിട്ടിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യാറുണ്ട്. കുറേ തവണ കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ മടുക്കും, വീണ്ടും നിർത്തും. പിന്നെ കുറേ കഴിയുമ്പോൾ വീണ്ടും കുറേ നാളുകൾ കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഒരു വിഷയം. വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുന്ന സമയത്ത് അവർക്കൊരു വിഷമം ഉണ്ടാവില്ലേ? ഇല്ല, ആ വിഷമം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, സെക്ഷുവലി പറയുമ്പോൾ, വളരെ മോശം രീതിയിൽ സെക്ഷുവലി പറയുമ്പോൾ അവർക്ക് വിചാരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എന്താണ്, കാരണം ഇത് അവർ പഠിച്ചിട്ടുള്ള സംസ്കാരമല്ലേ അവർ പുറത്ത് കാണിക്കുന്നത്. ഇത് എനിക്ക് മാത്രമല്ല, ഇപ്പോൾ ചില ആളുകൾ സൈബർ അറ്റാക്ക് വരും, പല നമ്മളെ പുതിയതായിട്ടുള്ള കൗൺസിലേഴ്സും ഒക്കെ തന്നെ ഈ സൈബർ അറ്റാക്ക് ഒന്നെങ്കിൽ കമൻറ്റ്സ്, നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ പലരും തളർന്നു പോകുന്ന സാഹചര്യമുണ്ട്. അവർക്ക് നമ്മളാണ് മാതൃക കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ തളർന്നാൽ അവരും തളരും. അങ്ങനെയല്ല, ഞാൻ അവരോട് പറയാറുണ്ട്, ഇങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മളെ തളർത്താനാണ് ഇങ്ങനത്തെ കമൻറ്റ്സ് ഇടുന്നത്. അപ്പം നമ്മൾ അത് കണ്ട് തളർന്നു പോകരുത്, നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് തന്നെ പോകണം. ഞങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റ് പ്രപ്പോസൽസിൽ വെച്ചതുണ്ട്. അതൊക്കെ നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ഇതിലാണ് നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ. അതൊക്കെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും. നിങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്ത് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല. അവരത് സൈബർ അറ്റാക്ക് ചെയ്ത് അവരങ്ങനെ ഇരുന്നോട്ടെ. നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ, പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നിരവധിയായിട്ടുള്ള പ്രപ്പോസൽസ് ഉണ്ട്. നമ്മൾ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. തിരുവനന്തപുരം നഗരത്തെ സമ്പൂർണ്ണ വികസന നഗരമായിട്ട് ഈ വരുന്ന 5 വർഷം കൊണ്ട് നമ്മൾ മാറ്റിയിരിക്കും. സ്വന്തം ഭരണസമിതിയിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകൾ അങ്ങനെ ഉണ്ടോ എന്നുള്ള സംശയം പലതരത്തിലും ഉയർന്നു കേൾക്കുകയൊക്കെയാണ്. ഇല്ലില്ല, എനിക്ക് എൻ്റെ പാർട്ടി നല്ല സപ്പോർട്ട്, ഫുൾ സപ്പോർട്ടാണ്. എൻ്റെ പാർട്ടി ഫുൾ സപ്പോർട്ട് തരാറുണ്ട്. അപ്പോൾ എന്നോട് അവർ തന്നെയാണ് പറയുന്നത്, സൈബർ അറ്റാക്ക് വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, ഞങ്ങളെല്ലാവരും കൂടെ ഇല്ലെന്ന് അവർ തന്നെയാണ് പറയുന്നത്. ഫുൾ കൗൺസിലേഴ്സ് ആയാലും പാർട്ടി തലത്തിലും ഒക്കെ തന്നെ വളരെയധികം സപ്പോർട്ടാണ്. അവർ കൂടെ ഉള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തി. കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് ഒരു FIR ഇടുന്ന ഘട്ടത്തിൽ SP ദീപക് എന്ന പേരിന് പകരം ദീപക് ദേവ് എന്നാണ് അത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അവർ ചിലപ്പോൾ അദ്ദേഹം പാട്ടുകാരനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും, അതായിരിക്കാം സാധ്യത എന്നു തോന്നുന്നു. തീർച്ചയായും വിവാദ രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം നിലപാട് വ്യക്തമാക്കുകയാണ് ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ്. നഗരസഭയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള വലിയ ആത്മവിശ്വാസം കൂടി ആശാനാഥ് പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.